ഞാനവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ കേൾക്കുന്ന കാര്യം, ലാലേട്ടനാണോ മമ്മൂക്കയാണോ ബെറ്റർ? കോളേജ് എത്തി അവിടെ തന്നെ, എന്താ കോളേജ് പഠിപ്പിക്കുന്നു അവിടെ ഇത് തന്നെ. ശരിക്കും മനസ്സിലാകാത്തതല്ല ഈ ഫാൻസ് എന്തിനാണ് ഒരാൾ ബെറ്റർ മറ്റേ മോശം എന്നൊക്കെ പറയുന്നത്? മന്തി അടിപൊളി വിചാരിച്ചിട്ട് ആരെയും ബിരിയാണി മോശം അറിയോ? എന്തായാലും ഫാൻസിനെ അങ്ങ് മാറ്റി നിർത്തുക. സത്യം പറയാലോ, എന്തെങ്കിലുമൊക്കെ ഇവരെ പോലെ അഭിനയിക്കാൻ പറ്റും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാ നടന്മാരും ആഗ്രഹിച്ചിട്ടുണ്ടാവും. എന്തായാലും അവരെ പോലെ ഒന്നും ആവാൻ പറ്റിയില്ലെങ്കിലും അതിനൊരു ട്രിക്ക് ഉണ്ട്, പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ലാലേട്ടൻ ആക്ടിംഗ് ഒന്ന് അനലൈസ് ചെയ്താലോ. ലാലേട്ടൻ്റെ ആക്ടിംഗ് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്തിരിക്കുന്നത് സ്റ്റെല്ല ആഡ്ലറിൻ്റെ ആക്ടിംഗ് മെത്തേഡായിട്ടാണ്. സ്റ്റെല്ല ആഡ്ലർ 3 കാര്യങ്ങളാണ് പറയുന്നത്: മെറ്റഫർ, സിംബോളിസം, ഹൈറ്റ് ആൻഡ് റിയാലിറ്റി. പേടിക്കേണ്ട വലിയ സംഭവമൊന്നുമില്ല. അതായത് ഒരു നടൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ആ കഥാപാത്രമായി മാറുന്നതിന് പകരം ആ കഥാപാത്രം താനായിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ച് അഭിനയിക്കുക. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഒരു നടൻ ഒരു മരണ വീട്ടിലാണ്, അദ്ദേഹത്തിൻ്റെ ബന്ധു ആരെങ്കിലും ഒരാൾ മരിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൽ ആരെങ്കിലും ഇങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിന്തിച്ച് ആ ഇമോഷൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അഭിനയിക്കുന്നതിന് പകരം അദ്ദേഹം ഒരു ഇമാജിനറി വേൾഡ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ ശരിക്കും അങ്ങനെ സംഭവിച്ചിരുന്നു എന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് അവിടെ പെർഫോം ചെയ്യുക. അതായത് റിയൽ ആയിട്ടുള്ള ഇമോഷൻസ് നിന്ന് എടുക്കുന്നതിന് പകരം ഇമാജിനറി ആയിട്ടുള്ള വേൾഡ് സെറ്റ് ചെയ്ത് അവിടെ അഭിനയിക്കുക. ഓക്കെ, ഇത് റിയൽ ആണെന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ട് അതിന് ഹൈ ലെവൽ ഓഫ് ഇമാജിനേഷൻ വേണം. സോ ദ കീ ഈസ് ഇമാജിനേഷൻ. നിങ്ങൾക്ക് എത്രമാത്രം ഹൈ ലെവൽ ഓഫ് ഇമാജിനേഷൻ ഉണ്ടാവുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ പെർഫോമൻസ് കൂടുതൽ നാച്ചുറൽ ആയിരിക്കും. ഓക്കെ, എങ്ങനെയൊക്കെ ചെയ്താൽ നാളെ നിങ്ങൾ ലാലേട്ടനാവും എന്നല്ലേ ഉദ്ദേശിച്ചത്, പക്ഷേ നല്ല തുടക്കമായിരിക്കും. ഇനി നമുക്ക് മമ്മൂക്കയുടെ ആക്ടിംഗ് അനലൈസ് ചെയ്താലോ. ഫോർ ദാറ്റ് ഫോളോ ഡി നെറ്റ്ഫ്ലിക്സ്.